ഓപ്പറേഷന് കയറ്റി. രാവിലെ 7 മണി കയറ്റിയതാണ്. 7 മണിക്ക് ഓപ്പറേഷന് കയറ്റി 3 മണിയായപ്പോൾ പറയുന്നു, ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല. 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ഓപ്പറേഷൻ എൻ്റെ പേഷ്യൻ്റ്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ മെഷീനില്ല, മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒരാളിനെ വിളിച്ചിട്ട് ഇതുപോലെ പരാതി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാങ്ങോടാണ്, കല്ലറ. അപ്പോൾ എനിക്കിവിടെ ആരെയും പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞ് കമ്പനിയിൽ വിളിക്കാൻ പറഞ്ഞു, മെഷീൻ്റെ കമ്പനിയിൽ. അപ്പം മെഷീൻ്റെ കമ്പനിയിൽ വിളിച്ചപ്പോൾ ആരും പ്രതികരണവും ഇല്ല. നമ്മൾ പറയാനുള്ള ഡോക്ടർക്ക് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ നിങ്ങളടുത്ത് പറയും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറ്റില്ലല്ലോ. എന്നാൽ അവരപ്പോഴും മൊബൈൽ കട്ട് ചെയ്തു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ കേൾക്കുന്ന കഥകളിൽ, അതായത് രാജഭരണകാലത്തെ കഥകളിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. രാജാവിനെതിരെയോ രാജാവിൻ്റെ രീതികൾക്കെതിരെയോ ഒക്കെ ഏതെങ്കിലും ഒരു ആൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനങ്ങളിലെ ഏതെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ, രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം അയാളെ ഒന്നുകിൽ കൊന്നുകളയും, അല്ലെങ്കിൽ അയാളുടെ നാക്കറക്കും. അങ്ങനെ ആ ഭരണത്തിനെതിരെ, തെറ്റിനെതിരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ അടിച്ച് അമർത്തിക്കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ഈ രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നതെന്ന് പല കഥകളിലും കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ജനാധിപത്യ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളവും ആ ജനാധിപത്യ രാജ്യത്തെ ഒരു സ്ഥലം തന്നെയാണ്, സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജനാധിപത്യ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പല വിഷയങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത്. ഡോക്ടർ ഹാരിസിനെ അറിയാത്ത മലയാളികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. കാരണം അദ്ദേഹം നടത്തിയതൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് എന്നതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ അനാസ്ഥകളെ ചൂണ്ടിക്കാണിക്കപ്പെടാൻ കാരണമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ അനാസ്ഥകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 ആരോഗ്യ മേഖലയായ മെഡിക്കൽ കോളേജിലടക്കം ഉപകരണക്ഷാമം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ചികിത്സ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമാണ് എന്ന് ഡോക്ടർ മുന്നും പിന്നും നോക്കാതെ തുറന്നടിച്ചത് കൊണ്ട് മാത്രം മണിക്കൂറുകൾക്കുള്ളിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടു. എന്നാൽ അന്ന് വലിയ വിവാദമായപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഡോക്ടറെ ഇനി സർക്കാർ പിടിച്ചു കെട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടികൾ സർക്കാർ വിവാദങ്ങളൊക്കെ ഒതുങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു. നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് എത്തിക്കഴിഞ്ഞു. അതായത് സർക്കാരിൻ്റെ അനാസ്ഥകളെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് ഡോക്ടർ ഹാരിസിന് ഇപ്പോൾ ഒരു നിയമ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഡോക്ടറിനെതിരെയുള്ള ഈ നടപടിക്ക് ഇടയിലാണ് മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം കൂടെ പുറത്തു വന്നിരുന്നത്. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? ആർക്കാണ് തിരിമറി നടത്തുന്നത്? ആരാണ് ഇതിനൊക്കെ പിറകിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അടുത്തു തന്നെയായിരിക്കും എത്തുക എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡോക്ടറിനെതിരെയുള്ള നടപടി അതുതന്നെയാണ് ഇവിടുത്തെ വിഷയം. ഡോക്ടർ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ വാദപ്രകാരം ഉപകരണങ്ങളില്ലാത്ത പക്ഷത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷനും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല, ഒരു ചികിത്സയും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല എന്ന് പരാമർശിച്ചുകൊണ്ട് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുകയാണ്. ഡോക്ടർ പ്രതികരിച്ചതിന് ശേഷം മലയാളി വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. അവിടെയുള്ള ഒരുപാട് രോഗികളുമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്. ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ പല ചികിത്സകളും അവിടെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അതിൻ്റെ തെളിവിതാണ്. ഒരിക്കലുമല്ല മോളെ അത്. കാരണം അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടാണല്ലോ ഇന്നലെ ഓപ്പറേഷൻ നടത്തി. ഇന്നലെ 10 മണിയായപ്പോൾ ആ മെഷീനോട് വരാനുമല്ല. അന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ വെള്ളിയാഴ്ച ഇടുന്നു. പുള്ളിക്കാരൻ 5 മണി വരെ വിശന്നിരുന്നിട്ട് അവസാനം ലേസർ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ സംസാരിച്ചത്.
ഇതുവരെയല്ലേ നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ടത്, നമുക്കോട്ട് സംസാരിച്ചതല്ലേ. അനുഭവം കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടാണ് ഇന്നലെ ഓപ്പറേഷൻ ഒരുപാട് പേർക്ക് നടന്നത്. എത്ര ദിവസമായി ഓരോരുത്തരതിനകത്ത് വന്ന് കിടക്കുന്ന 10 ദിവസം 15 ദിവസം കിടക്കുന്നതല്ലേ. അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചത്. മാമൻ കിഡ്നിയുടെ സ്റ്റോൺ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ ലേസർ ചികിത്സയായിരുന്നു. അപ്പൊ അന്ന് നമുക്കും ഉണ്ടായിരുന്നു. ഉപകരണം ഇല്ലാത്തതുകൊണ്ട് ചികിത്സ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ വന്നപ്പോ ഇന്നലെ നടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപകരണം അത് ഇല്ലാതായി പോയെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മാറ്റി വെച്ചതാണ്. രാവിലെ 7 മണിക്ക് കയറ്റിയതാണ്. 7 മണിക്ക് ഓപ്പറേഷന് കയറ്റി 3 മണിയായപ്പോൾ പറയുന്നു, ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ട് പറ്റൂല. 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ഓപ്പറേഷൻ എൻ്റെ പേഷ്യൻ്റ്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ മെഷീനില്ല, മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒരാളിനെ വിളിച്ചിട്ട് ഇതുപോലെ പരാതി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാങ്ങോടാണ്, കല്ലറ. അപ്പോൾ എനിക്കിവിടെ ആരെയും പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞ് കമ്പനിയിൽ വിളിക്കാൻ പറഞ്ഞു, മെഷീൻ്റെ കമ്പനിയിൽ. അപ്പം മെഷീൻ്റെ കമ്പനിയിൽ വിളിച്ചപ്പോൾ ആരും പ്രതികരണവും ഇല്ല. നമ്മൾ പറയാനുള്ള ഡോക്ടർക്ക് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ നിങ്ങളടുത്ത് പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂലല്ലോ. എന്നാൽ അവരപ്പോഴേ മൊബൈൽ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് സൂപ്രണ്ടിനെ വിളിച്ചു. മുൻ സൂപ്രണ്ട്, ആദ്യമേ സൂപ്രണ്ട്, എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചു. അയാളോട് ചെന്ന് പറഞ്ഞു നമുക്ക് അതിന് വേണമെന്ന് എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾ സഹകരിച്ച് നിന്നാകുന്നതാണ്. എന്നിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഭാവനാപുരം ബ്ലോക്ക് പ്രസിഡന്റ് രാഷ്ട്രീയ വിളിച്ചു, രാഷ്ട്രീയ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളോട് നിൽക്കി, ഞാൻ വിളിച്ച് അവിടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് സംഭവം പിന്നെ നിങ്ങൾ ഇതുപോലെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് അപ്പം മെഷീനെല്ലാം ശരിയാക്കിയിട്ട് നിങ്ങളെ വിളിക്കും, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോവല്ല, അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് ഇന്നിപ്പം അങ്ങനെ പിന്നെ അന്ന് ഞാൻ ഇതുപോലെ പരാതിയൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിറ്റേന്ന് ശനിയാഴ്ച ആയപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ ചെയ്തു. ഇന്നിപ്പോൾ വാർഡിലെടുത്ത് കൊണ്ടുവന്നു. സർക്കാർ ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചികിത്സ മാറ്റി വെക്കുന്നു ഡോക്ടർ പറഞ്ഞു ശരിയാണ്. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. നിങ്ങളായിട്ട് തന്നെ ജനങ്ങളായിട്ട് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ ആരെങ്കിലും അറിയിച്ചോളൂ, ചാനലിലെ ആരെങ്കിലും അറിയിച്ചോളൂ, അതിന് പിന്നിൽ ഞാനുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജനങ്ങളടക്കം രംഗത്ത് വന്നിട്ടും സർക്കാരിന്റെ വൃത്തങ്ങൾ പറയുന്നു അവിടെ ഒരു തെറ്റും നടന്നിട്ടില്ല, ഒരു ചികിത്സയും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല, ഡോക്ടർ ഹാരിസ് ആണ് കുറ്റക്കാരനെന്ന്. എന്തായാലും ഇത് കൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ രാജഭരണമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന്. എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലൂടെയാണ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മകൾ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ മുന്നോട്ട് വന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിഷയം വിവാദമായതോടെ യൂറോളജിയിൽ ആവശ്യമായിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സർക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ ലഭ്യമാക്കിയത് നമ്മളന്ന് കണ്ടതാണ്. ഡോക്ടർ പറഞ്ഞത് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ വൃത്തങ്ങൾ ആ കാര്യങ്ങൾ പരിഗണിച്ച് പരിഹാരം കണ്ടെത്തിയത് എന്നൊരു ചോദ്യം കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞതിന്റെ പേരിലുള്ള വിവാദം തണുത്തതോടെ വിവരം വെളിപ്പെടുത്തിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഇപ്പോൾ സർക്കാർ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ സർവീസ് ചട്ടലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ കാരണം കാണിക്കൽ നോട്ടീസിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് നോട്ടീസിൽ ആരോപിക്കുന്നത്. അങ്ങനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിനൊരു വേറൊരു വ്യാഖ്യാനം കൂടെയുണ്ട്.
സർക്കാരിന്റെ കുറ്റങ്ങളെ തുറന്നു പറഞ്ഞത് തെറ്റായി പോയി എന്ന്. എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസ് ശിക്ഷാ നടപടിയല്ല എന്നും നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഡോക്ടറിൽ നിന്ന് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. തൃപ്തികരമെന്ന് പറയുമ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു മറുപടി വേണമെന്ന് തന്നെ ആയിരിക്കണം. എന്തായാലും ആ ഒരു കാര്യം എന്തായിരിക്കും എന്നതിന് മുന്നിട്ട് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് താൻ കത്തയച്ചു എന്ന് ഇങ്ങനെയൊരു കാരണം കാണിക്കൽ നോട്ടീസ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഡോക്ടർ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നതും നമ്മൾക്ക് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. ഇതോടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ല എന്നുള്ള സർക്കാരിന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് നൽകിയതെന്ന് തനിക്ക് അറിയില്ല എന്നും ഹാരിസ് ചിറക്കൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അതിന്റെ പകർപ്പ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കമ്മിറ്റിയിലുള്ള 4 പേരും എന്റെ സഹപ്രവർത്തകരാണ്. എന്നെപ്പറ്റി മോശമായി എഴുതുന്നവരല്ല അവര് എന്നും ഏത് ഘട്ടത്തിലാണ് എന്നെപ്പറ്റി മോശമായി എഴുതാൻ അവർ നിർബന്ധിതരായത് എന്ന് തനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹാരിസിന് പ്രതികരിക്കേണ്ടി വന്നത്. കത്ത് നൽകിയതിനു ശേഷവും ഉപകരണങ്ങൾ കിട്ടിയിരുന്നില്ല. ഉപകരണങ്ങൾ വേണ്ട മുറയ്ക്ക് താൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കാറുണ്ടായിരുന്നു. കത്തടിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയിരുന്നത്. പ്രിന്റ് എടുക്കാനുള്ള സംവിധാനം പോലും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അത്രയും ഗതികേടാണ് അവിടെയുള്ളത് എന്നും ഹാരിസ് തുറന്നടിച്ചു. ഒരു രോഗിയുടെ ജീവൻ രക്ഷാ ഉപകരണമാണ് താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് അടിയന്തരമായ നടപടികളാണ് വേണ്ടതെന്നും ഹാരിസ് വ്യക്തമാക്കി. ഒരു പൗരന്റെ ജീവനെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശപ്രകാരമാണ് താൻ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വൈകാരികമായാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചത്. ഇതിനിടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പൊട്ടിക്കരയുകയടക്കം ചെയ്തു. നോക്കുക, ഡോക്ടർ ഹാരിസിന്റെ കീശയിലേക്ക് പണം നിറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നില്ല അദ്ദേഹം ഉന്നയിച്ചത് സർക്കാർ വൃത്തങ്ങളെ വിശ്വസിച്ചു വരുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സേവനം നൽകാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഡോക്ടർക്ക് പൊട്ടിക്കരയേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാം വൈകിട്ട് പറയാം എന്നുള്ള രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടർ ഹാരിസിന്റേതായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ രീതിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന വെളിപ്പെടുത്തലിലാണ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത്. DME ആണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഹാരിസ് ചട്ടലംഘനം നടത്തിയതായി 4-അംഗ സമിതിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തുടർ നടപടികളുടെ ഭാഗമായാണ് കാരണം കാണിക്കൽ നോട്ടീസ് എന്നും പറയുന്നു. വെളിപ്പെടുത്തലിൽ ഇടയാക്കിയിട്ടുള്ള സാഹചര്യം വ്യക്തമാക്കണമെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഹാരിസ് ചിറക്കൽ ശ്രമിച്ചതായി കാരണം കാണിക്കൽ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. പ്രോബ്ലംസ് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം വിശദീകരണം എന്ന് നൽകണമെന്നുള്ള കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ അത് ഉണ്ടാകും. ഏകദേശം 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാരണം കാണിക്കൽ വ്യക്തമാക്കി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് കാരണം, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയതെന്നതൊക്കെ എല്ലാ മലയാളികൾക്കും മനസ്സിലായതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ്. പക്ഷേ സർക്കാർ വൃത്തങ്ങൾക്ക് അത് രേഖാമൂലമുള്ള ഒരു തെളിവായി വേണ്ടതുകൊണ്ടായിരിക്കണം എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ട്. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരണവുമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു. ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടിയെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ഏറെ ശുപാർശകളുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർക്കെതിരെ ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്.